ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിലിപ്പോൾ അനുമോൾക്കും അതേപോലെ തന്നെ അപ്പാണി ശരത്തിനും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ അഭിലാഷായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സ്പെഷ്യലി എടുത്ത് പറയുന്നത്. അതായത് എപ്പിസോഡൊക്കെ അഭിലാഷ് ഇടയ്ക്കൊക്കെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പണ്ട് പറഞ്ഞിട്ടുള്ള, അതായത് അഭിലാഷ് എപ്പോഴും ഒരേ ഡാൻസ് സ്റ്റെപ്പ് തന്നെയാണ് കളിക്കുന്നത്, ഇവരൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഭിലാഷിനെ പോലുള്ള ആൾക്കാർക്ക് എന്തോ കുറവുകളുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേറൊരു രീതിയിലോട്ട് വഴിതിരിച്ച് വിട്ടിട്ട് ഭയങ്കര വിഷമവും സങ്കടം പറച്ചിലൊക്കെ ആയിരുന്നു. ഗ്രൂപ്പിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ബിഗ് ബോസിൻ്റെ. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന രീതിയിൽ അക്ബറിനോടും അതേപോലെ തന്നെ അപ്പാണി ശരത്തിനോടും സരികയോടും മിണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ മൂന്നുപേരും കൂടെയാണ് കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തത്തെ കാര്യങ്ങളെല്ലാം അപ്പാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവനെപ്പറ്റി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷൊക്കെ നേരത്തെ പുറത്തിറങ്ങേണ്ട വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്യാഷ്വലായിട്ട് പറയുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബിഗ് ബോസിന് ഒരു വാണിംഗ് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. പണി എത്ര നാളായിട്ട് പറയുന്നു, ഇപ്പോഴും മറന്നു പോകുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനുമോൾ പറയുന്നുണ്ട്, എന്താണ് ബിഗ് ബോസ്, ഞങ്ങൾ ഇനി വേറെ കാര്യമില്ല പറഞ്ഞതെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം അനുമോളോട് പറയുന്നുണ്ട്, അനുമോൾ ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നോക്കുവാണെങ്കിൽ റെനയും അതേപോലെ തന്നെ സരികയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതായത് എവിക്റ്റായതിൻ്റെ ഒരു വീണ്ടും കളിയാക്കലൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പം ഇത്ര നാൾ സരികയൊക്കെ ഗെയിമിലല്ലേ നിന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിയൽ പേഴ്സൺ ആയല്ലോ, അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്താണ് ചേച്ചി കോമഡി അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റിയൽ രീതിയിൽ അത് ഇഷ്ടപ്പെടാതെ പോകുന്ന സരികേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആകെ മൊത്തം ചെറിയ രീതിയിൽ തന്നെയുള്ള ഒരു നീരസമൊക്കെ തന്നെ ഹൗസിൽ കണ്ടസ്റ്റൻസിനിടയിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ദേഷ്യത്തിലെ കോമഡി പോലെ അനുമോൾ വന്ന് അപ്പാണി ഇടയ്ക്കിട്ട് കടിച്ചൊക്കെ പറിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം കോമഡി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്.